ഹേയ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തേത് വെള്ളയാണി അമ്മയുടെ ഇറക്കിപ്പൂജയുടെയും നിറപറയുടെയും വീഡിയോയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ, കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉത്സവമായ വെള്ളായണി ക്ഷേത്രത്തിലെ കാളിയൂട്ട് മഹോത്സവം നടന്നു വരികയാണ്. അതിന്റെ കളങ്കാവലിന്റെയും ദിക്കുബലിയുടെയും ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങളുടെ ചാനലിലുണ്ട്. കാണാത്തവർ കാണാൻ ശ്രമിക്കണേ. 3 വർഷം കൂടുമ്പോൾ നടക്കുന്ന കാളിയൂട്ട് മഹോത്സവം പ്രമാണിച്ച് വെള്ളായണി അമ്മ 4 ദിക്കിലേക്കും എഴുന്നള്ളാറുണ്ട്. അങ്ങനെ അമ്മ ഇപ്പോൾ ഉള്ളത് കല്ലിയൂർ ദിക്കിലാണ്. ഇവിടുത്തെ നിറപറയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം അഞ്ജനയുടെ വീട്ടിലാണ്. സത്യം പറഞ്ഞാൽ കല്ലിയൂർ ദിക്കാകെ ഒരുങ്ങിക്കഴിഞ്ഞു അമ്മയെ വരവേൽക്കാൻ. വീടുകൾ മോടി പിടിപ്പിച്ചും നാടൊട്ടാകെ അലങ്കരിച്ചും ഇവിടെയുള്ളവർ അമ്മയെ കാത്തിരിക്കുകയാണ്. വഴിയിലാകെ കുരുത്തോല തോരണങ്ങൾ കാണാം. വീടുകളൊക്കെയും പ്രകാശമയമായിരിക്കുന്നത് കാണാം. മേളവാദ്യങ്ങളുടെ അകമ്പടിയോടെയും മുത്തുക്കുട ഏന്തിയുമൊക്കെയാണ് അമ്മയെ ആനയിക്കുന്നത്. ഒരു വീട്ടിലെ നിറപറ കഴിയുമ്പോൾ ദേവിയെ പുഷ്പവൃഷ്ടിയോടെയാണ് അടുത്ത വീട്ടുകാർ തങ്ങളുടെ വീട്ടിലേക്ക് ആനയിക്കുന്നത്. ഭക്തി പുരസരം തങ്ങളുടെ വീട്ടിലേക്കും ദേവി എത്താൻ തൊഴുകൈകളോടെ ഏവരും കാത്തു നിൽക്കുന്നു. വെള്ളായണി അമ്മയ്ക്ക് അകമ്പടിയായി കേരള പോലീസിലെ ഉദ്യോഗസ്ഥരുമുണ്ട്. വീടുകളിൽ മാത്രമല്ല, പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, ഇലക്ട്രിസിറ്റി ബോർഡ് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളിലും തിരുമുടി എഴുന്നള്ളിച്ച് നിറപറ നൽകുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് വെള്ളായണി ദേവി ക്ഷേത്രം. ഇനി ദേ ഒരാളെ കാണിച്ചു തരാം. ദേ ഈ ചേട്ടന് മനസ്സിലായോ? ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ വട്ടം പറഞ്ഞ മണികണ്ഠൻ ചേട്ടൻ. കളങ്കാവലിൽ എന്ന പോലെ നിറപറയിലും ദേവിയുടെ മേളത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഞങ്ങളുടെ നാട്ടുകാരനായ ഈ മണികണ്ഠൻ ചേട്ടൻ തന്നെയാണ്. ഈ വീട്ടിലെ നിറപറ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ദേ ഞങ്ങൾ പുറത്ത് കാത്തു നിൽക്കുന്നത് ദേവിയെ ഇവിടെ നിന്ന് പുഷ്പവൃഷ്ടിയോടെ ആനയിച്ച് അഞ്ജനയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. അങ്ങനെ ഗംഭീരമായ മേളത്തിന്റെയും നിറതോക്കുകളേന്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അകമ്പടിയോടെ പുഷ്പവൃഷ്ടിയുമായി വെള്ളായണി ദേവി അഞ്ജനയുടെ വീട്ടിലെ പന്തലിലേക്ക് എഴുന്നള്ളിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ നിറപറയുടെ ചടങ്ങുകൾ കഴിഞ്ഞ് ദേവി അടുത്ത വീട്ടിലേക്ക് എഴുന്നള്ളാൻ പോവുകയാണ്. ആ വീട്ടുകാർ ദേവിയെ ആനയിക്കാൻ പുഷ്പവൃഷ്ടിയുമായി കാത്തു നിൽക്കുകയാണ്. അതുകൂടാതെ ഇവിടെ നിറപറയിൽ പങ്കെടുത്തവരെല്ലാം അടുത്ത 3 വീടുകളിൽ കൂടി നിറപറയിൽ പങ്കെടുക്കേണ്ടതായുണ്ട്. അങ്ങനെ ഒരു ആചാരം കൂടി ഈ നിറപറയ്ക്കുണ്ട്. അങ്ങനെ വെള്ളായണി അമ്മ ഇവിടുത്തെ നിറപറ സ്വീകരിച്ച് അടുത്ത വീട്ടിലേക്ക് യാത്രയാവുകയാണ്. ദേ കണ്ടില്ലേ, പുറത്ത് പൂക്കളുമായി അടുത്ത വീട്ടുകാർ കാത്തു നിൽപ്പുണ്ട്. അങ്ങനെ ദേവിയും ദേവിക്കു പിന്നാലെ ഞങ്ങളും എല്ലാവരും അടുത്ത വീട്ടിലേക്ക് യാത്രയാവുകയാണ്.
ദേവിയെ ആനയിച്ച് അടുത്ത വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയുള്ളത് ഈ വീട്ടിലെ നിറപറ കാഴ്ചകളാണ്. സോ ഇതൊക്കെയാണ് വെള്ളായണി അമ്മയുടെ നിറപറ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.